ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ. എന്റെ ജീവൻ വേണമെങ്കിൽ അതും ചോദിച്ചോളൂ. അവിടെ ചെറുപ്പമല്ലേ, ഒരുപാടൊന്നും ജീവിച്ചിട്ടില്ലല്ലോ. മോൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? എന്നിട്ടും എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ച്? ഇവരെന്താ മമ്മി ഇവിടെ? നിങ്ങൾ എന്തിനാ വന്നേ? എന്റെ മമ്മിയുടെ മുന്നിൽ നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം കിട്ടി? നിങ്ങൾ എന്റെ മമ്മിയെ ചതിച്ച കഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കൂടെ കൊണ്ടു നടന്നിട്ട് അവസാനം എന്റെ അച്ഛൻ എന്ന് പറയുന്നയാളെ കൊത്തിയെടുത്തിട്ടല്ലേ നിങ്ങൾ പോയത്? നിങ്ങളെപ്പോലത്തെ ഒരു വൃത്തികെട്ട പെണ്ണ ഈ ലോകത്ത് വേറെ ഉണ്ടോ? മോളെ, മമ്മി മിണ്ടാതിരിക്ക. പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാത്തതുകൊണ്ടാ ഇവരിങ്ങനെ കൂടെ കൂടെ കയറി ഇറങ്ങുന്നത്. ഇവരിനി മമ്മിയുടെ മനസ്സ് അസ്വസ്ഥമാക്കിയാലും ഞാൻ സഹിക്കുന്നാണോ കരുതുന്നേ? നോക്ക്, നിങ്ങൾ ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത്. നിങ്ങളുടെ മകള് കൃത്യമായി കണക്ക് പറഞ്ഞ് ഇവിടുന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ആ കാശിന്റെ ബലത്തിലാ നിങ്ങളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ആ ജീവൻ വേണമെങ്കിൽ ഞാൻ തിരിച്ചു തരാം. പകരം എന്റെ മോളെ വെറുതെ വിടാൻ പറ്റുമോ? നിങ്ങളുടെ മോളെ ചാവാനുള്ള കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന. അവള് ചാവും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. ചത്ത് കഴിയുമ്പോ ആ ശവം കെട്ടിപ്പൊതിഞ്ഞ് നിങ്ങൾക്ക് എത്തിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ചെയ്തുതരാനേ തൽക്കാലം ഞങ്ങളെ കൊണ്ട് കഴിയൂ. മമ്മി, ഇവരോ ഇവരുടെ മകളോ പറയുന്നത് കേട്ട് മനസ്സലിഞ്ഞ് തീരുമാനങ്ങളൊന്നും മാറ്റാൻ മമ്മി ശ്രമിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ മമ്മിക്ക് അറിയാലോ എന്നെ. മമ്മി പറയുന്ന പോലെ പ്രതികാരം ഇവരോട് ചെയ്യുന്നത് ഞാനായിരിക്കും. മോള് പറഞ്ഞിട്ട് പോയത് മാഡത്തിന്റെ തീരുമാനം തന്നെയായിരിക്കും അല്ലേ? ഞാൻ ഇനി കൃഷ്ണയുടെ ജീവന് വേണ്ടി യാചിക്കുന്നില്ല. പക്ഷേ സർപ്പബലി നടക്കുന്ന സ്ഥലത്ത് വെച്ച് കൃഷ്ണമോളുടെ ജീവന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ അതിന്റെ പേരിൽ മാഡം കണ്ണീരൊഴുക്കേണ്ടി വരും. ആ വേദനയും അതിന്റെ ശാപവും ജീവിതത്തിലുടനീളം മാഡത്തിനെ പൊള്ളിക്കും. ആയുസ് മുഴുവൻ ചെയ്തുപോയ ക്രൂരതകളൊക്കെ എണ്ണിപ്പറഞ്ഞ് ഒരു ഭ്രാന്തിയായിട്ട് നിങ്ങൾ കലങ്ങി നടക്കേണ്ടി വരും. എന്റെ ഉള്ളു പൊള്ളി ഞാൻ പറഞ്ഞു പോകുന്നതാ. മാഡത്തിനെ സ്നേഹിച്ച, മാഡം തിരിച്ചു സ്നേഹിച്ച പഴയ ശാന്തിയുടെ വാക്കുകളായത്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് മതി തീരുമാനങ്ങളൊക്കെ.